ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് റാഗിയാണ്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ മുതിരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ലോസിന്, ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്, നമ്മുടെ ബോൺസിനെ ഹെൽത്തിയാക്കി വെക്കാനായിട്ടൊക്കെ മുതിര കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇതുമാത്രമല്ല, വേറെയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ മുതിരയ്ക്ക്. റാഗി കഴിക്കണത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്കൊക്കെ അറിയാലോ. അതുപോലെ തന്നെയാണ് കേട്ടോ മുതിര കഴിക്കണതും. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണേ. ഇനി നമ്മുടെ ഈ റാഗിയും മുതിരയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ടെടുക്കാം. ഇനി 5 മണിക്കൂർ നേരം കുറച്ച് വെള്ളത്തിൽ ഇത് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണിത് തയ്യാറാക്കണതെങ്കിൽ രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നമ്മുടെ റാഗിയും മുതിരയൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടില്ലേ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഈ സമയം നമുക്ക് വേറൊരു ബൗൾ കൂടെ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കണത്. ഞാൻ വെള്ളേവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളേവൽ തന്നെ വേണമെന്നില്ല, ഇതിന് പകരം മട്ടേവൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് 5 മിനിറ്റ് നേരം ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് തന്നെ മതിയാകും കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ അവലൊക്കെ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അവലും നമുക്ക് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതും ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റാഗിയുടെയും മുതിരയുടെയും മിക്സില്ലേ, അതാണ് ഇട്ട് കൊടുക്കണത്. കൂടെ തന്നെ നമ്മളിപ്പോൾ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ അവലില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് റാഗിയും മുതിരയും പിന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ടുള്ള ദോശയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കണത്. ഇനി നമുക്ക് 10 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു മിക്സ് കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കണ്ടോ ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ നമ്മൾ റാഗിയും മുതിരയൊക്കെ അരച്ചെടുത്തില്ലേ, ആ ഒരു സമയത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്താലും നല്ലത് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ്. കൂടെ തന്നെ വലിയൊരു സവാള കണ്ടോ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു ക്യാരറ്റിനും സവാളയ്ക്കും ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്ര വേണേലും നമുക്ക് ചേർക്കാം. ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് ഈ സവാളയുടെ ഷെയ്ഡൊന്നും മാറിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഒപ്പം തന്നെ കണ്ടോ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. കുറച്ച് പേർക്കെങ്കിലും മുതിരയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒന്നും അത്ര ഇഷ്ടമുണ്ടാവണമെന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ വഴറ്റിയെടുത്തതും കൂടെ ചേർത്തിട്ടല്ലേ നമ്മുടെ ഈ ഒരു ദോശ തയ്യാറാക്കുക. അപ്പോൾ ഈ ഒരു മുതിരയുടെ സ്മെല്ലും ടേസ്റ്റും ഒന്നും നമ്മുടെ ഈ ദോശയ്ക്ക് മുന്നിട്ട് നിൽക്കില്ല കേട്ടോ. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ഈ ഒരു മാവ് നമ്മൾ മാറ്റി വെച്ചിട്ടും 10 മിനിറ്റായി. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ലപോലെ തിക്കായി വന്നിട്ടില്ലേ. നമ്മൾ ഈ മാവിലേക്കുള്ള ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു. ഈ സമയം ഇതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും സവാളയുടെയൊക്കെ മിക്സില്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. നമുക്ക് വേണമെങ്കിൽ ഈ സമയം ക്യാരറ്റും സവാളയും തേങ്ങയൊക്കെ നേരിട്ട് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടും നമ്മുടെ ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ വഴറ്റിയെടുത്തിട്ട് ചേർക്കുമ്പോഴാണേ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ദോശ തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഈ തവയൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മാവൊഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒന്നിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് തന്നെ മതിയാകും. ഇനി ഇത് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകമൊന്നും നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും മൂടി വെച്ച് തന്നെ നന്നായിട്ട് വേവിക്കാം. ഇപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡും നല്ലപോലെ വെന്തിട്ടുണ്ട്. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ദോശ. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ, ഒന്നും കൂടെ ഹെൽത്തിയും ആണല്ലോ, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്